സ്വാലി, ഗുഡ് മോർണിംഗ്. സ്വാലി, ഇത് ഞാനിവിടെ തുടക്കത്തിൽ പറയുകയായിരുന്നു, ഈ ചാമ്പ്യൻസ് ലീഗ്, പ്രീമിയർ ലീഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് തട്ടിപ്പിൻ്റെ ലീഗ് എന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? കാരണം ഓരോ ദിവസവും പല തരത്തിലുള്ള തട്ടിപ്പുകളാണ് കേൾക്കുന്നത്. ഇതിപ്പോൾ ലൈഫ് പദ്ധതിയിൽ വെച്ച വീട് വരെ അടിച്ചു മാറ്റി വിറ്റിരിക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? മനു, തീർച്ചയായും നിലമ്പൂർ മേഖലയിൽ കവളപ്പാറയിലൊക്കെ പുനരധിവാസത്തിന് വേണ്ടി വാങ്ങിയ ഭൂമി വരെ തട്ടിപ്പ് നടന്നിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീട് അവിടെ താമസം തുടങ്ങുന്നതിന് മുമ്പ് അത് വിലക്ക് വാങ്ങി മറിച്ച് വിൽക്കുന്നു. അത് വാണിജ്യ കെട്ടിടം നിർമ്മിച്ച് അതിന് കെട്ടിട നമ്പർ നൽകി അത് മറിച്ച് വിൽക്കുകയും ചെയ്യുന്നു. ഇതിൽ ഈ ലൈഫിൽ വീട് അനുവദിക്കുന്നതിനായി എടക്കര പഞ്ചായത്തിൽ നിന്ന് മുത്തേടം പഞ്ചായത്തിലെ ലിസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. ഇത് രണ്ടും UDF ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. മുത്തേടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു മുതിർന്ന നേതാവിൻ്റെ റിയൽ എസ്റ്റേറ്റ് പങ്കാളി കൂടിയാണ് ഈ വാർഡ് മെമ്പർ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ വീട് അനുവദിച്ചതിന് പിന്നാലെ സർക്കാരിൽ നിന്ന് 4 ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തു. പക്ഷേ ആ വീട്ടിൽ അവർ താമസിച്ചില്ല. പകരം വാർഡ് മെമ്പർ അത് വാങ്ങുകയായിരുന്നു. പിന്നീട് റോഡിനോട് ചേർന്ന് മലയോര ഹൈവേ ഇതുവഴി വരികയാണ്. അതുകൊണ്ട് തന്നെ റോഡിനോട് ചേർന്ന് അതൊരു വാണിജ്യ കെട്ടിടമാക്കി മാറ്റുന്നു. മുകളിലേക്ക് കടമുറികൾ എടുത്ത് അതിന് നമ്പറും വാങ്ങി. ഈ UDF പഞ്ചായത്ത് അതിന് നമ്പറും അനുവദിച്ചു. ഈ നമ്പർ അനുവദിക്കുന്നതിൻ്റെ 1 വർഷം മുമ്പാണ്, ഏതാണ്ട് 1 വർഷത്തിനകത്ത് തന്നെയാണ് ഈ ഭൂമിക്കുള്ള ഈ ലൈഫ് പദ്ധതിയിലുള്ള തുക ഇവർക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ ഭൂമി കരാറുകാരന്, മുസ്ലിം ലീഗിൻ്റെ വളരെ ബന്ധമുള്ള ഒരു കരാറുകാരന് വലിയ തുകക്ക് മറിച്ച് വിൽക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ലൈഫ് പദ്ധതിയിൽ നടന്ന ഈ തട്ടിപ്പ്, ലൈഫ് വീട് അങ്ങനെ മറിച്ച് വിൽക്കാൻ സാധിക്കുകയില്ല. എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത് എന്നത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട്, അതോടൊപ്പം ഈ നമ്പർ നൽകിയത്, ചട്ടം ലംഘിച്ച് കെട്ടിടം നിർമ്മിച്ചത്, ഇക്കാര്യങ്ങളിലെല്ലാം അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കുമെല്ലാം നാട്ടുകാർ ഒപ്പുവെച്ച് പരാതിയും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഈ പഞ്ചായത്തുകളെല്ലാം, ഈ 2 പഞ്ചായത്തുകളും UDF ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ ഒരു കച്ചവടത്തിന് വേണ്ടി മാത്രം അവിടേക്ക് പണം അനുവദിക്കുകയും പിന്നീട് അത് കൈക്കലാക്കുകയും അത് മറിച്ച് വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്കറിയാം, ഇസ്മായിൽ മുത്തേടവുമായി ഒക്കെ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് കൂടിയാണ്, നാട് കൂടിയാണ്. അവിടെയാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത്. നേതാക്കൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് നേതൃത്വമൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന തട്ടിപ്പുകളിലേതുപോലെ പ്രതികരിക്കാനുള്ള ഒരു സാധ്യതയില്ല. ഏതായാലും ലൈഫ് ഭൂമിയും ലൈഫ് വീടും തട്ടിപ്പ് നടത്തി അത് വാണിജ്യ കെട്ടിടമാക്കി മറിച്ച് വിറ്റ് കാശുണ്ടാക്കിയിരിക്കുന്നു അവിടുത്തെ മുസ്ലിം ലീഗ് നേതൃത്വം. മനു, അല്ല, എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുവാണ് സ്വാലിഹ്, വല്ല പ്രത്യേക ഗവേഷണ സംഘം വല്ലതും പ്രവർത്തിക്കുന്നുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ മേഖലയിലും ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലൊക്കെ ഈ തട്ടിപ്പ് നടത്തുന്നു എന്നതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇതെങ്ങനെ സാധിക്കുന്നു? ഒരു സിനിമയ്ക്കകത്ത് ഒരു സിനിമയ്ക്കകത്ത് ചോദിക്കുന്നു, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? തീർച്ചയായും മനു, ഒരു 10-15 വർഷത്തിനകം മുസ്ലിം ലീഗ് നടത്തിയ പുനരധിവാസ ഫണ്ടുകളുടെ ഒരു കണക്കെടുത്ത് നോക്കൂ. KT ജലീൽ പുറത്തു വന്ന അന്ന് അദ്ദേഹം പുറത്തേക്ക് വരാൻ കാരണമായ ഗുജറാത്ത് പുനരധിവാസ ഫണ്ട്, അതിനുശേഷം കത്തുവ, ഉന്നാവോ, പലതരത്തിലുള്ള അസാമിലേക്ക് ഫണ്ട് ശേഖരിച്ചു. അതിനുശേഷം കവളപ്പാറയിലേക്ക് ഫണ്ട് ശേഖരിച്ചു. കവളപ്പാറയിൽ 50 വീട് നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതിൽ 1 സെന്റ് ഭൂമി ഒരാൾക്ക് പോലും മുസ്ലിം ലീഗ് സ്വന്തമായി ഇവിടെ നൽകിയിട്ടില്ല. 5 കോടി രൂപ ഇതിനായി KMCC ഉൾപ്പെടെയുള്ള സംഘടനകൾ, മുസ്ലിം ലീഗിൻ്റെ വിവിധ കമ്മിറ്റികൾ വഴിയൊക്കെ 5 കോടി രൂപയാണ് കവളപ്പാറയിലേക്ക് പിരിച്ചെടുത്തത്. സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പ്രഖ്യാപിച്ചിരുന്നത് 50 പേർക്ക് മുസ്ലിം ലീഗ് വീടും സ്ഥലവും നൽകുമെന്ന്. ഒരൊറ്റയാൾക്ക് ഇതുവരെ അവിടെ നൽകിയിട്ടില്ല. മറിച്ച് നമ്മൾ ഇന്നലെ വാർത്ത ചെയ്തതുപോലെ അവിടെയുള്ള പഞ്ചായത്ത് അംഗം അത് തട്ടിയെടുത്ത് അവിടെ വാഴക്കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 1-2 കിലോമീറ്റർ മാറിയാണ് ഈ മുത്തേടത്തെ കൽക്കുളം ഭാഗത്ത് ഇത്തരത്തിൽ ലൈഫ് വീട് മറ്റൊരു പഞ്ചായത്ത് അംഗം, തൊട്ട് അതേ പഞ്ചായത്തിലെ മറ്റൊരു മുസ്ലിം ലീഗ് അംഗം തട്ടിയെടുത്തിപ്പോൾ അതിൽ വാണിജ്യ കെട്ടിടം നിർമ്മിച്ച് തട്ടുകട നടത്തുന്നു. അത് മറിച്ച് വിറ്റിരിക്കുന്നു. വലിയ പണത്തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. ഇസ്മായിൽ മുത്തേടത്തിൻ്റെ തന്നെ നമുക്കറിയാം TP ഹാരിസുമായി ബന്ധപ്പെട്ട പരാതി ഇവിടെ നിൽക്കുകയാണ്. അതിൽ അദ്ദേഹത്തിന്
പങ്കുണ്ട് എന്ന് ആ പണം നഷ്ടമായവരാണ് പരാതിപ്പെടുന്നത്. മാസ് എന്ന പേരിൽ ഒരു സാമൂഹ്യ പരിരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ച് 2000 രൂപ വീതം വാങ്ങി 20 കോടിയിലധികം രൂപ ആ വകയിൽ മുസ്ലിം ലീഗ് നേതാക്കൾ തട്ടിയെടുത്തിരിക്കുന്നു. ഇത്തരത്തിൽ വ്യാപകമായി എന്ത് പദ്ധതി നടത്തിയാലും എന്ത് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചാലും അതിൽ നിന്നൊക്കെ വലിയ തട്ടിപ്പ് നടത്തുന്നു. ഒപ്പം സർക്കാരിൻ്റെ ലൈഫ് പദ്ധതി ഉൾപ്പെടെ ഇത്തരത്തിൽ മറിച്ച് വിറ്റും അതിന് സൗകര്യം ചെയ്തും. ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഒരു ലൈഫ് വീട് വാണിജ്യ കെട്ടിടമായി മാറുമ്പോൾ പിന്നീട് അതിന് നമ്പർ നൽകുക, എങ്ങനെയാണ് അതിലേക്ക് വീണ്ടും ഗവേഷണ സംഘം വല്ലതുമുണ്ടോ എന്ന് തട്ടിപ്പ് നടത്താൻ പറ്റുന്ന മേഖലകൾ കണ്ടുപിടിക്കാൻ? കാരണം ഈ ലൈഫ് വീടൊക്കെ മറിച്ച് വിറ്റ് തട്ടിപ്പ് നടത്തുക എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. തീർച്ചയായും അതിനൊരു മറുപടി ഇന്നലെ KT ജലീൽ MLA ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. ഈ തട്ടിപ്പും തരികിടക്കുമൊക്കെ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ വൈസ് ചാൻസലർ ആക്കാൻ പറ്റിയ ആളുകൾ മുസ്ലിം ലീഗിൽ ഒരുപാടുണ്ട് എന്ന് ഇന്നലെ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു ട്രിബ്യൂണൽ തുടങ്ങണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. വഖഫ് കേസുകളൊക്കെ പരിഗണിക്കാൻ പ്രത്യേക ട്രിബ്യൂണലുള്ള ഒരു മാതൃകയിൽ മുസ്ലിം ലീഗിൻ്റെ ഇത്തരം തട്ടിപ്പ് കേസുകൾക്ക് മാത്രമായി ഒരു കോടതി, വിചാരണയ്ക്ക് മാത്രമായി ഒരു കോടതി സംസ്ഥാന സർക്കാർ തുടങ്ങണമെന്ന് വലിയൊരു പരിഹാസവും വിമർശനവും ഒക്കെ ഇന്നലെ KT ജലീൽ നടത്തിയത് കണ്ടു. അങ്ങനെ അത്രമേൽ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേട്, വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുക, എന്നിട്ട് സഹകരണ ബാങ്കിൽ ജോലി തരപ്പെടുത്തുക, ഏതെല്ലാം മേഖലയിൽ മുസ്ലിം ലീഗ് ഇടപെടുന്നു അവിടെ എല്ലാ തരത്തിലും ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേട് മുസ്ലിം ലീഗ് നേതാക്കളുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. അത് മുതിർന്ന നേതാക്കളാവട്ടെ, നമുക്കറിയാം ചന്ദ്രികയിലെ ED കള്ളപ്പണ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് PK കുഞ്ഞാലിക്കുട്ടി തന്നെ സംശയത്തിൻ്റെ ആരോപണത്തിൻ്റെ ഒക്കെ നിഴലിൽ നിന്നതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് തൊട്ടു താഴേക്ക് പഞ്ചായത്ത് അംഗം വരെ ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതി ഉയരുന്നു. MC കമറുദ്ദീൻ്റെ നിക്ഷേപ തട്ടിപ്പൊക്കെ അറിയാം. അദ്ദേഹം ഒരു MLA ആയിരിക്കുമ്പോഴാണ് തട്ടിപ്പ് നടത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഒരന്വേഷണമോ നടപടിയോ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ആഭ്യന്തരമായ ഒരു അന്വേഷണമെങ്കിലും ഒരു പാർട്ടി എന്ന നിലയിൽ ഇത്തരം ആരോപണങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോൾ അത് നടത്തേണ്ടേ? അതുപോലും മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കകത്ത് കുറച്ചു നാളായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. മനു.